ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. കണ്ടല്ലേ, ലവേഴ്സ്. അടുത്തായിട്ട് 7 ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് കപ്സ്, 3 ഓഫ് സോഡിന്റെ എനർജി. സണ്ണിന്റെ എനർജി വന്നിരിക്കുന്നു. പേജ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് wands, two of wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പടയാളിയുടെ എനർജിയാണ്. ആ പടയാളിയുടെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് ആവേശം, ആക്ഷൻ ഒക്കെ എടുക്കുന്നതാണ്. അപ്പൊ ഇത് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വരണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ദൂരദേശത്ത് നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പോസിറ്റീവായിട്ടൊരു റിപ്ലൈ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ ചില ജോലികളിലാവാം, ജോലികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം, അതിനായിട്ട് എഫർട്ട് എടുക്കുന്നവരുണ്ടാകാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ എന്താണോ ചില സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് വരാൻ ആവണം. നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ലവേഴ്സിന്റെ എനർജിയാണ്. ലവേഴ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആരിലൊക്കെയോ വന്നു ചേരുന്ന, ആരിലൊക്കെയോ വന്നു ചേരാനുള്ള സാധ്യത. അതായത് ഒരു ചോയ്സ് വരികയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു ചോയ്സ് ആവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞു പോയിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഒരു കൂടിച്ചേരലിനുള്ള സാധ്യത. അവിടെ നല്ലതുപോലെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ അറിയാവുന്നവരായിരിക്കണം. വീണ്ടും ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും കണ്ടുമുട്ടി വീണ്ടും ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു കണക്ഷന് ദൈവാനുഗ്രഹം ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത്. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, ഇതുവരെയുള്ള കണക്ഷന് കുറച്ചുകൂടി മാറ്റം വരാൻ പോകുന്നു. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് നിങ്ങൾക്ക് വരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണെങ്കിൽ മുന്നോട്ട് വരും തോറും അതിനനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമായി കൊണ്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം കിട്ടുന്നു. സമൃദ്ധി, ഐശ്വര്യം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ്
എർത്താണ്, അതായത് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, സാമ്പത്തികത്തിന് വേണ്ടി, സാമ്പത്തികത്തിന് വർധനവിന് വേണ്ടി എവിടെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമല്ല എങ്കിൽ ചിട്ടിയാവാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നതാവാം. എന്തൊക്കെ ലോൺ ലഭിച്ചിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. അതിനായിട്ട് വളരെയധികം ക്ഷമയോടുകൂടി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ള സാമ്പത്തികം ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് കുറച്ചുകൂടി ലാഭം നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. എർത്ത് എന്ന് പറയുമ്പോൾ പെന്റക്കിൾ എന്ന് പറയുന്നത് എർത്ത് സൈനാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. അടുത്തായിട്ട് നമുക്ക് 3 ഓഫ് എയർ എന്ന് പറയുമ്പോൾ 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ വളരെയധികം ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നം, അതുമല്ല എങ്കിൽ മറ്റു ഫിനാൻസ് പരമായ പ്രശ്നങ്ങൾ, അതുമല്ല എങ്കിൽ നിങ്ങൾ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വളരെയധികം മാനസികമായിട്ട് ശാരീരികമായിട്ടും ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും കടന്നുകൂടി അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടാകാം, മുറിവുകൾ സമ്മാനിച്ചിട്ടുണ്ടാകാം. അതുവഴി നിങ്ങൾ ഒരുപാട് ദുഃഖിതരാണെന്നാണ് കാണുന്നത്. ഇതിന് നല്ലതുപോലെ ഒരു ഹീലിംഗ് അത്യാവശ്യമാണ്. അസുഖങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ. ഈ അസുഖങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് ആവശ്യമാണ്, ചികിത്സ ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭേദമാകുന്നതാണ്. കാരണം തൊട്ടടുത്ത് സൺകാർഡാണ് വന്നിരിക്കുന്ന. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഭേദമായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എവിടെയും 3 ഓഫ് സോഡിന്റെ എനർജിയിലും ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ഫോർഗിവ്നെസ് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും. ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇത് നിങ്ങളുടെ കർമ്മയുടെ ഭാഗമാണ്. നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോർഗിവ്നെസ് പറയാൻ മടിക്കരുത്. യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറയാൻ ഒരു കാരണവശാലും മടി വിചാരിക്കരുത്, പറയണം. അത് പറഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസായി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ജന്മത്തെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായി? ഈ ജന്മത്തും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കർമ്മയൊന്ന് റിലീസായിട്ട് നിങ്ങളുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആവുന്ന ഒരു എനർജി ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ മാത്രമാണ് കുറേയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ വരികയുള്ളൂ. ഇത്രമാത്രം ദുഃഖത്തിൽ നിന്ന്. അതാണ് ഇവിടെ അടുത്തായിട്ട് സൺകാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർഗിവ്നെസ് ഒക്കെ പറയുക. രാവിലെ, ഉച്ചയ്ക്കോ, വൈകിട്ടൊക്കെ യൂണിവേഴ്സിനോട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു. ഇതെല്ലാം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലാതെ ഇതിനായിട്ടൊരു കൃത്യസമയം വേണം എന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളിന്ന് കർമ്മ റിലീസാക്കി മുന്നോട്ട് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് സൺ എനർജി വരുന്നത്. ആണല്ലോ ഇവിടെ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത്. പല കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ സന്തോഷത്തിലേക്ക് പോകണം, എന്ത് സന്തോഷമാണ് എനിക്ക് വരാനുള്ളത്, ഞാനായിട്ട് വരുത്തേണ്ടത്, ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, എനിക്കൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കാനും അല്ല എങ്കിൽ എന്നൊക്കെ മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ലഭിക്കും. മനസ്സിലായി? വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങൾ ചെയ്തേ മതിയാവൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾക്ക്, എനിക്കും ഒക്കെ, എല്ലാവർക്കും. അല്ലാതെ എല്ലാവരുടെയും ജീവിതം എല്ലാം കൊണ്ടും തികഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത എന്തെങ്കിലും മറ്റൊരു പ്രശ്നം വരുന്നത്.
അപ്പോൾ അവിടെ നമ്മൾ അല്ലെങ്കിൽ തന്നെ സ്വയം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഈഗോ ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സ്വയം എന്ന അഹംഭാവം, ഞാനാണ് വലുത്, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്നൊക്കെയുള്ള വിചാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങൾക്കൊരടി കിട്ടും. ദൈവം നിങ്ങൾക്കൊരു പണി തരും, തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോൾ വളരെയധികം കരുതലോടും ബുദ്ധിയോടും കൂടി വേണം വയ്ക്കാൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തിലൂടെ നല്ല ഒരു സക്സസിലൂടെ, ജീവിതത്തിൽ നല്ലൊരു പ്രോഗ്രസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബസഹിതം. കുട്ടികൾക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അത് സാധ്യമാകും. അതുപോലെ വീടാണോ നിങ്ങൾക്ക്, പുതിയ പുതിയ വാഹനമാകാം, റിലേഷൻഷിപ്പ്, അതുപോലെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്ന് സന്തോഷത്തിലിരിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാധ്യമാകും, നിങ്ങൾക്കെല്ലാം സാധ്യമാകും. കാരണം ഇത്രമാത്രം ദുഃഖങ്ങളെയൊക്കെ അതിജീവിച്ചില്ലേ നിങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ ഇനി വരുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. കുറച്ചുകൂടി നിങ്ങൾ ജീവിതത്തിന്റെ നിലവാരം ഒന്ന് മെച്ചപ്പെടുത്തണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആ ഒരു നിലവാരം കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ മാത്രം മതി. സ്പിരിച്വൽ സ്ട്രെങ്ത് ഒന്ന് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരിക. മുൻപ് ചെയ്തിരുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ടും മെന്റൽ സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് എർത്ത് ആണ്, പേജ് ഓഫ് പെന്റക്കിൾസ്. അവർക്കൊക്കെ ജോലിക്കുള്ള ഓഫർ വരുന്നുണ്ട്, ഓഫർ ലെറ്റർ വരുന്നുണ്ട്. മനസ്സിലായോ? ആർക്കൊക്കെ ജോലിക്കുള്ള ഓഫർ ലെറ്റർ വരുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ. സാമ്പത്തികം ലഭിക്കാൻ പോകുന്ന, ജോലി ലഭിക്കാൻ പോകുന്ന എനർജി. നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ? എല്ലാവരുടെയും എനർജി ആയിരിക്കണമെന്നില്ല. നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ തന്നെ കിട്ടണം എന്നൊന്നുമല്ല. അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിനായിട്ടുള്ള സമയമെടുത്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള അവസരം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു ജോബിലേക്ക് പോകാനുള്ള അവസരം വരുന്നു. അടുത്തതായിട്ട് പേജ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ പേജ് ഓഫ് വാൺസിന്റെ എനർജി. വാൺസ് ഫയർ സൈൻ അല്ല, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. അതുമല്ലെങ്കിൽ പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെയും കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ പേജ് ഓഫ് പെന്റക്കിൾ, ഇവിടെ പേജ് ഓഫ് വാൺസ്. ഇവിടെ ആവശ്യമാണ്. ഇവിടെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൊണ്ട് ഇവിടെ ആവേശം കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇവിടെ നല്ല കോൺഫിഡന്റ് ആണ് ആള്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആണ്, എനിക്കത് ലഭിക്കും, എന്തൊക്കെയോ ചില പുതിയ തുടക്കങ്ങൾ, പുതിയ ചില സന്തോഷങ്ങൾ, അതിലേക്ക് കടക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തോ ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് എനർജി അതായത് ദൈവാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെയും അത് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവണം, അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ അടുത്തതായിട്ട് 2 ഓഫ് ഫയർ ആണ്, അതായത് 2 ഓഫ് വാൺസിന്റെ എനർജി. ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് ഒരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ എന്തായാലും പ്രധാനമായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ 2 കാര്യങ്ങളുണ്ടാവാം. അതിൽ ഒറ്റ ഒരു കാര്യം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിനായിട്ട് നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒറ്റയൊരു കാര്യം നിങ്ങൾ നോക്കിയിരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് വേണ്ടിയാവാം, അത്യധികം ആവേശത്തോട്. അഥവാ ഇനി അതല്ല, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാവാം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? ഏതൊരു സാഹചര്യമായാലും നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ എനിക്കത് വരണം, എനിക്കത് വന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ്സിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ നിങ്ങളിലേക്ക് അത് വന്നു ചേരുമോ എന്നുള്ളത് നമുക്ക് നോക്കാവേ.
ഹാർട്ട് ആൻഡ് ലോസ് ആണ്. നമ്പർ 3 ആണ്. 3 ഓഫ് എയറിന്റെ എനർജി തന്നെയാണ് നമുക്ക് ഇവിടെയും വന്നിരിക്കുന്ന. ആരൊക്കെയോ ഹൃദയം മുറിപ്പെട്ട വേദനയുമായിട്ട് ദുഃഖം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ എവിടെയും കാണുന്നത്. നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നവരുടെ എനർജി പെട്ടെന്നാണ് അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ട്രയംഫന്റ് സക്സസ് ആണ്. കണ്ടില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവണം. ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ സന്ദർഭത്തിനോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മാസത്തിന്, ഒരാഴ്ചക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെതായ ഒരു വ്യക്തത വേണമല്ലോ, അല്ലേ? ആ ഒരു വ്യക്തത നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഒരു ദിവസത്തിനകം ലഭിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചക്കകം ലഭിക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തിനകം നിങ്ങൾക്ക് അത്ര നല്ലൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ അതോറിറ്റിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്കൊരു അധികാരിയായിട്ട് നിലനിൽക്കാൻ കഴിയുന്നു. നിങ്ങളെ മറ്റുള്ളവരൊരു അധികാരിയായിട്ട് കാണാൻ പോകുന്നു. അതോറിറ്റി പവർ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയൊക്കെ ഇവിടെ വളരെയധികം ക്ലിയർ ആവുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി ഉയർത്തപ്പെടുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നമ്പർ 4 ആണ്. അതുവഴി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരണം. എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ, സ്റ്റെബിലിറ്റി. അതായത് നല്ലൊരു ജോബ്, ആ ജോബിനനുസരിച്ചുള്ള സാലറി, ഇതൊക്കെ അല്ലേ ജീവിതത്തിൽ. അല്ല എങ്കിൽ റിലേഷൻഷിപ്പിലായാലും നല്ലതുപോലെ അടിത്തറ ഉറച്ച ഒരു ബന്ധം, അല്ലെ, എന്നും മാറി മാറി പോകുന്ന ആയിരിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അംഗീകരിക്കുന്ന എനർജിയാണ്. അധികാര പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരമാണല്ലോ അത്യാവശ്യം. അങ്ങനെ നിങ്ങൾക്ക് അംഗീകാരത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ്. നമ്പർ 3 ആണ്. ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷത്തിൽ ഇടപെടാൻ സാധിക്കുന്നു. തൊട്ട് താഴെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ സെലിബ്രേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾ, കുട്ടികളുടെ ബർത്ത്ഡേ ആവാം, അതുപോലെ വീടായി, ജോലി ചിലപ്പോഴൊക്കെ കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ വന്നു ചേരാം. അതിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുക. അങ്ങനെയും നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ, അല്ലേ? എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നു. നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.